So our subject for this conference is manifesting the life of Jesus in the last days. ഈ കോൺഫറൻസിന്റെ നമ്മുടെ സബ്ജക്റ്റ് അത് യേശു ജീവിച്ചതുപോലെ എന്ന സന്ദേശത്തിന്റെ സമകാലിക പ്രസക്തി അതാണല്ലോ. Especially in the last days. പ്രത്യേകിച്ച് ഈ അവസാന നാളുകളിൽ. Now, I don't know whether you all believe that we are in the last days. നിങ്ങൾ എല്ലാവരും നിങ്ങൾ അവസാന നാളുകളിലാണ് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. So I want to show you a little bit about that first of all. ഞാൻ നിങ്ങളെ അതിനെക്കുറിച്ച് ചിലത് ആദ്യമായിട്ട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. Turn with me to Matthew 24. മത്തായി 24-ാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം തിരിയുക. Matthew chapter 24 and verse 38. മത്തായി 24-ന്റെ 38-ാം വാക്യം. There it says that as in those days before the flood, they were eating and drinking until the day Noah entered the ark. So will the days of the Son of Man be. ഇവിടെ പറയുന്നത് 37 മുതൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. So everything was going normally in the days of Noah. നോഹയുടെ കാലത്ത് എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ നടന്നുകൊണ്ടിരുന്നു. It says here they were eating and drinking and marrying and giving in marriage. ഇവിടെ പറയുന്നത് അവര് തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. But at the same time there was so much sin, particularly sexual sin in the days of Noah. എന്നാൽ അതേ സമയം തന്നെ വളരെയധികം പാപങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ നോഹയുടെ സമയത്തുണ്ടായിരുന്നു. Turn with me to Genesis in chapter 6. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് തിരിയുക. It says here in verse 1 and 2 that this is the days of Noah when, verse 2, the sons of God saw the daughters of men were beautiful and they took wives for themselves whomever they chose. ഉൽപ്പത്തി 6-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. So, and then it says, the Lord said immediately after that, my Holy Spirit will not strive with man forever. അതിന്റെ ഉടനെ തന്നെ കർത്താവ് പറയുന്നത്, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലത്തും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. Now, why does the Lord have to say in connection with men marrying and giving in marriage that my Holy Spirit will not strive with man forever? വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ ഇങ്ങനെ പറയേണ്ടത് എന്താണ്? ഞാൻ എന്റെ പരിശുദ്ധാത്മാവ് സദാകാലവും മനുഷ്യരോട് ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന്. Because the sons of God referred to there are referring to angels. കാരണം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് അത് മാലാഖമാരെ സംബന്ധിച്ച് പറയുന്നതാണ്. It says in the book of Job that the sons of God, the angels came to present themselves before God. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവപുത്രന്മാർ, അത് മാലാഖമാർ യോബിനെ ദൈവത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്ന്. So it's because angelic beings were possessing men and having sex with women. അതിന്റെ കാരണം മാലാഖമാരായിട്ടുള്ളവർ അവര് മനുഷ്യരിൽ ആവാഹിച്ച് സ്ത്രീകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു. And the result was, verse 4, there were many giants born in those days. അതിന്റെ ഫലമായിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നത്, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. In the days when these angelic beings came into the daughters of men. ഈ ദൂതന്മാരെ മാലാഖമാർ മനുഷ്യരുടെ പുത്രിമാരിലേക്ക് വന്ന സമയത്ത് മാലാഖമാർ പ്രത്യേകിച്ച് ജനിച്ചിരുന്നു. മല്ലന്മാർ. Verse 5, the Lord saw the wickedness of man was great. അതിനുശേഷം 5-ാം വാക്യത്തിൽ കർത്താവ് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് കണ്ടു. So what did we see in Matthew 24? The last days will be like the days of Noah. നാം മത്തായി 24-ൽ കണ്ടത് എന്താണ്? അവസാന നാളുകൾ അത് നോഹയുടെ കാലത്തെ പോലെ ആയിരിക്കുമെന്ന്. Lot of sexual sin.
ധാരാളമായിട്ടുള്ള ലൈംഗിക പാപങ്ങൾ, pornography, seeing dirty pictures, അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ശീലം, and perverted sex, unnatural sex. അതിനോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ലൈംഗികത. Then I want you to see another verse in Luke chapter 17. മറ്റൊരു വാക്യം ലൂക്കോസ് 17-ാം അധ്യായത്തിൽ നിങ്ങൾ കാണണം. Luke 17 and verse 28. ലൂക്കോസ് 17-ന്റെ 28-ാം വാക്യം. The last days will be like the days of Lot. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ. And that in the same, it will be just like that, verse 30, when the Son of Man is revealed. അവിടെയും 30-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും എന്ന്. And if you read in Genesis 18, the days of Lot were again full of unnatural sex in the land of Sodom. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ നാം നോക്കുകയാണെങ്കിൽ ലോത്തിന്റെ സമയത്ത് മുഴുവനായിട്ടും സോതോമിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികത ഉണ്ടായിരുന്നു എന്ന്. പുരുഷന്മാർ പുരുഷന്മാരുമായിട്ട്, women with women, സ്ത്രീകൾ സ്ത്രീകളുമായിട്ട്. And this is happening all over the world in the last 50 years, more than ever before in the recent history of man. മനുഷ്യ ചരിത്രത്തിന്റെ ഈ അടുത്ത സമീപകാലത്തേക്കാൾ ഏറ്റവും അധികമായിട്ട് ഈ കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഈ കാര്യം വളരെ പെരുകിയിരിക്കുന്നു. That is another indication we are in the last days. അത് നാം അവസാന നാളുകളിലാണെന്നുള്ളതിന്റെ മറ്റൊരു സൂചനയാണ്. What happens when men go into all these type of perverted sex? ഈ ആളുകൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ലൈംഗികതയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? It is an indication that God has given up on such people. അത് ദൈവം അങ്ങനെയുള്ള ആളുകളെ കൈവിട്ട് കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. See Romans chapter 1. റോമർ 1-ാം അധ്യായം. In Romans 1 verse 18 to 32, you see the downward fall of human beings. റോമർ 1-ന്റെ 18 മുതൽ 33 വരെ 32 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യരുടെ താഴേക്കുള്ള അധപതനം കാണിക്കുന്നതാണ്. And it says here that verse 24, God gave them up to the lusts of their hearts so that the bodies would be dishonored among them. 24-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കപ്പെടേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. Notice this phrase, God gave them up. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക, ദൈവം അവരെ വിട്ടുകളഞ്ഞുവെന്ന്. Again verse 26, God gave them up. 26-ാം വാക്യത്തിൽ വീണ്ടും അവരെ ദൈവം ഏൽപ്പിച്ചു, അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. And women having sex with women, and verse 27, men with men. സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ വിരുദ്ധമാക്കി കളഞ്ഞു. 27, അവനും പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജനിച്ച ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. And it says they burned, verse 27, in their desire toward one another and committed indecent acts. അതിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നത് അവര് അന്യോന്യം കാമം ജലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. And the result is, in their own bodies they got sicknesses. അതിന്റെ ഫലമായിട്ട് അവരുടെ തന്നെ ശരീരങ്ങളിൽ അവർക്ക് രോഗങ്ങൾ വന്നു. And again 3 times you read, verse 24, God gave them up, verse 26, God gave them up, and verse 28, God gave them up. 3 വട്ടം ദൈവം അവരെ വിട്ടുകളഞ്ഞു എന്ന് 24, 26, 28 വാക്യങ്ങളിൽ പറയുന്നു. That is the condition of the world today. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. In the first century it was only in a small scale. Now 21st century it has become worldwide. 1-ാം നൂറ്റാണ്ടിൽ ഇത് വളരെ ചെറിയൊരു അളവിലായിരുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലായപ്പോൾ അത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. So in this particular time, what does God want from his children? ഈ പ്രത്യേക സമയത്ത് തന്റെ മക്കളിൽ നിന്ന് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? Not just that we stay away from these sins. നാം ഈ കാര്യങ്ങളിൽ നിന്നും ദൂരെ ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ല. Because anyone who is committing these sins, I would say, is not even born again.
കാരണം ഈ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് അവരെ കുറിച്ച് ഞാൻ പറയുന്നത് അവർ വീണ്ടും ജനിച്ചവര് പോലുമല്ല. Nobody can commit these sins and say they are children of God. ഈ പാപങ്ങൾ ചെയ്തുകൊണ്ട് അവർ ദൈവമക്കൾ എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. They are not born again. അവര് വീണ്ടും ജനിച്ചവരല്ല. But unfortunately, there are people in some parts of the world who say they are born again and committing these sins. എന്നാൽ നിർഭാഗ്യവശാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ വീണ്ടും ജനിച്ചവരാണെന്ന് പറയുന്നവർ ആയിട്ടുള്ളവരുണ്ട്. Men marrying men and becoming pastors of Christian churches. അങ്ങനെയുള്ള പല ആളുകളും ക്രിസ്തീയ സഭകളിൽ പാസ്റ്റർമാർ ആയിക്കൊണ്ടിരിക്കുന്നു. That is not a Christian church. That is a Babylonian church. അത് ക്രിസ്തീയ സഭയല്ല, അത് ബാബിലോണിയ സഭയാണ്. Because the Bible says in the last days there will be a clear distinction between Babylon, the harlot church, and Jerusalem, the bridal church. ബൈബിൾ പറയുന്നത് അവസാന നാളുകളിൽ ബാബിലോൺ എന്ന ആ വേശ്യാ സഭയും ജെറുസലേം എന്ന മണവാട്ടിയുടെ സഭയും തമ്മിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിഭജനം ഉണ്ടായിരിക്കുമെന്ന്. And in our CFC churches in these last 50 years, we've been trying to build the Jerusalem bride of Christ. കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മുടെ CFC സഭകളിൽ നാം ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടുള്ള യെരുശലേം സഭകൾ പണിയുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. That is not something we are boasting about. അത് നമ്മൾ നമ്മെക്കുറിച്ച് വമ്പ് പറയുന്ന ഒരു കാര്യമല്ല. We were all terrible sinners, worse than some others, but God picked us up and saved us. നാം എല്ലാവരും വളരെ മോശമായിട്ടുള്ള പാപികളാണ്, എല്ലാവരേക്കാൾ മോശമായിട്ടുള്ള, എന്നാൽ അതിൽ നിന്നും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതാണ്. But we don't live in that sin we lived in the past. നാം നമ്മുടെ പൂർവ്വകാലത്തായിരുന്ന പാപങ്ങളിൽ നാം തുടരുന്നില്ല. We have turned away from that. അതിൽ നിന്നും നാം പിന്തിരിഞ്ഞിരിക്കുന്നു. That also not by our ability but by the grace of God. അതും നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. Dear brothers and sisters, I hope none of you think that you turn from sin by your own ability. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആരും നിങ്ങളുടെ തന്നെ ശക്തി കൊണ്ടാണ് നിങ്ങൾ പാപത്തിൽ നിന്നും വിട്ടുതിരിഞ്ഞതെന്ന് ചിന്തിക്കുന്നില്ല എന്നാണ്. I've been born again now for 65 years. ഞാൻ ഇപ്പോൾ 65 വർഷമായി വീണ്ടും ജനിച്ചിട്ട്. But if God does not hold me up, I will fall into the worst possible sins that anybody can fall into. എന്നാൽ ദൈവം എന്നെ ഉയർത്തിപ്പിടിക്കുന്നില്ല എങ്കിൽ മറ്റാർക്കും വീഴാൻ കഴിയുന്ന ഏറ്റവും മോശമായിട്ടുള്ള പാപത്തിലേക്ക് എനിക്ക് വീഴാൻ കഴിയും. But when God holds me up, He even saves me from things like anger. എന്നാൽ ദൈവം എന്നെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോപത്തെ പോലും അതിൽ നിന്നും എനിക്ക് ജയിക്കാൻ കഴിയും. He saves me from having bitterness against others. കർത്താവ് എന്നെ മറ്റുള്ളവരോട് കയ്പായി ഇരിക്കുന്നതിൽ നിന്നും എന്നെ രക്ഷിക്കുന്നു. He saves me from lusting with my eyes. എന്റെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിൽ നിന്നും കർത്താവിനെ സഹായിക്കുന്നു. He helps me to love my enemies. എന്റെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നു. To bless those who curse me. എന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനായിട്ട് കർത്താവിനെ സഹായിക്കുന്നു. Only by the grace of God. ദൈവത്തിന്റെ കൃപയാൽ മാത്രം. As long as I hold this pen in my hand, it will not fall. ഈ പേന എന്റെ കയ്യിൽ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അത് താഴെ വീഴുകയില്ല. But if I take out my hand, എന്നാൽ ഞാൻ കൈ പിൻവലിക്കുകയാണെങ്കിൽ it falls down immediately. അത് അപ്പൊ തന്നെ താഴെ വീഴും. This pen has got no ability to overcome the law of gravity. ഈ പേനയ്ക്ക് ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു ശക്തിയുമില്ല. No matter how well you paint it or do anything to it, it cannot overcome the law of gravity. അത് നിങ്ങൾ എത്ര ഭംഗിയായിട്ട് പെയിന്റ് അടിച്ചാലും ഒന്നും അതിന് ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. Why is it overcoming the law of gravity now? എന്നാൽ ഇപ്പോൾ അത് ഈ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? Because the power of life in my body is holding it up. കാരണം എന്റെ ശരീരത്തിലുള്ള ജീവൻ അതിനെ ഉയർത്തിപ്പിടിക്കുന്നു. This is a picture of me. ഇതാണ് എന്റെ ഒരു ചിത്രം. And this hand holding it up is a picture of the life of Jesus holding me up. ഈ കൈ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ഈ കൈ കാണിക്കുന്നത് യേശുവിന്റെ ജീവൻ എന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ആണ്. I say if that life is removed, I will be just as bad as I was 70 years ago. ഈ കൈ അത് മാറ്റി പിൻവലിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ 70 വർഷം ആയിരുന്ന അതിനെ അതുപോലെ തന്നെ മോശമായി തീരും.
And why do I say this? ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? Because it's very easy after some years of being a believer to become proud. ചില വിശ്വാസികളായി ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിഗളിക്കുവാൻ വളരെ എളുപ്പമാണ്. And to think, oh, I've been so faithful, now I'll be faithful forever. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഇത്രയും നാളും വിശ്വസ്തനായിരുന്നു, ഇനി എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയുമെന്ന്. I tell you, God has saved me from so many sins in my life. ഞാൻ പറയുന്നു, കർത്താവ് പല പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. God has saved me from anger in my home. എന്റെ ഭവനത്തിൽ കോപത്തിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിച്ചു. That has gone from my life. The last few years have been like heaven on earth in our home. അത് എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീങ്ങിപ്പോയി. കഴിഞ്ഞ ചില വർഷങ്ങൾ സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയാണ് ഞങ്ങളുടെ ഭവനം. But if God will stop supporting me, I will be the most angry person in the world. എന്നാൽ കർത്താവ് എന്നെ പിന്താങ്ങുന്നത് നിർത്തിയാൽ ഞാൻ ഏറ്റവും കോപിഷ്ഠനായ ഈ ലോകത്തിലെ വ്യക്തിയായി തീരും. And my home, which is like heaven, will become like hell. എന്റെ ഇപ്പോൾ സ്വർഗം പോലെയുള്ള എന്റെ ഭവനം അത് നരകം പോലെ ആയിത്തീരും. But you say, Brother Zach, you've been a believer 65 years. You mean you can fall even now? എന്നാൽ നിങ്ങൾ ചോദിക്കും, സഹോദരൻ സാക്ക്, നിങ്ങൾ 65 വർഷമായിട്ടൊരു വിശ്വാസിയായിരുന്നിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് വീഴുവാൻ കഴിയുമോ? I read to you the word of God in Jude, book of Jude and verse 24. യൂദായുടെ ലേഖനത്തിൽ അതിന്റെ 24-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. I'm saying this for your benefit. ഇത് നിങ്ങളുടെ പ്രയോജനത്തിനായിട്ടാണ് ഞാൻ പറയുന്നത്. Remember Jude 24. യൂദ 24 ഓർത്തിരിക്കുക. It's the last letter in the Bible before the book of Revelation. വെളിപ്പാട് പുസ്തകത്തിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് യൂദായുടെ ലേഖനം. This is almost the last verse in that book. ഇത് അതിന്റെ ഏകദേശം അവസാനമായിട്ടുള്ള ഒരു വാക്യവുമാണ്. What is the last thing written in the New Testament to us? പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കാര്യം എന്താണ്? Jude 24. യൂദ 24. The Lord Jesus is able to keep you from falling. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സൂക്ഷിക്കും. Not only keep me from falling, but to present me one day before God without any blame with great joy. എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുക മാത്രമല്ല, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കൂടി ആണ് കർത്താവ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം കർത്താവ് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുവാനായിട്ട് എന്നെ സഹായിക്കുമെന്നാണ് ഈ അവസാന നാളുകളിൽ. അത് കർത്താവാണ് ചെയ്യുന്നത്. അവനാണ് നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര വർഷങ്ങൾ ഞാൻ വീഴാതെ നിന്നെങ്കിലും ഇന്നും ഞാൻ പറയാൻ കഴിയും, കർത്താവാണ് എന്നെ വീഴാതെ സൂക്ഷിക്കുന്നതെന്ന്. നിങ്ങൾക്കത് പറയാൻ കഴിയുമോ എല്ലാ പ്രിയ സഹോദരന്മാരെ? നിങ്ങൾ ചിലരൊക്കെ പല വർഷങ്ങളായിട്ട് ആയിരുന്നു. അതിന് കർത്താവിന് സ്തോത്രം. നിങ്ങളൊരു സഭയിലെ മൂപ്പനായിരുന്നാൽ കൂടി അത് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ തല ചീർപ്പിച്ച് നിങ്ങളെ നിഗളിയാക്കാതിരിക്കട്ടെ. കർത്താവാണ് നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സഭയിൽ ചേർന്ന ആ പുതിയ വിശ്വാസിയേക്കാൾ നിങ്ങൾ ഒട്ടും മെച്ചമുള്ളവനല്ല. അതെന്നെ കുറിച്ച് ഞാൻ പറയുന്നു. ഈ അവസാന നാളുകളിൽ കർത്താവിന് മാത്രമാണ് എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, കർത്താവ് എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുമെന്നുള്ളതും എനിക്കറിയാം. യൂദ 24 എപ്പോഴും ഓർത്തിരിക്കുക. Let all the glory, verse 24 and 25, be to him alone who keeps us from falling. എല്ലാ തേജസ്സും മഹിമയും ബലവും അധികാരവും കർത്താവിനായിരിക്കട്ടെ, നമ്മെ
വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവിന്. The point here is that all glory must be given, verse 25, to this one who keeps us from falling. അതിന്റെ ഇവിടുത്തെ പോയിന്റ് നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവിന് എല്ലാ മഹത്വവും നൽകണം എന്നുള്ളതാണ്. That means you should not take any of that credit for yourself. അതിന്റെ അർത്ഥം അതിനുള്ള ആ മഹിമ, അതിന്റെ തരി പോലും നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. Please be honest and answer this question. നിങ്ങൾ സത്യസന്ധതയോടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. Not to me but to yourself and to the Lord. എന്നോടല്ല, നിങ്ങളോട് തന്നെ കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ Are you in any way proud of the fact that you have been faithful as a Christian for so many years? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചില വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിയായിട്ട് വിശ്വസ്തനായിട്ട് ആയിരിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ നിഗളിക്കുന്നുണ്ടോ? Then memorize verse 24 and 25 here and keep on repeating it to yourself till it becomes your life. അങ്ങനെയെങ്കിൽ നിങ്ങൾ 24-25 വാക്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും അത് തുടർമാനമായിട്ട് വായിച്ച് നിങ്ങളുടെ ജീവനായി തീരേണ്ടതിന് അങ്ങനെ ചെയ്യുക. What will be the condition in the world among Christians in the last days? ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഈ അവസാന നാളുകളിൽ എങ്ങനെയായിരിക്കും? Turn to 2 Timothy 4. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിലേക്ക് തിരിയുക. Here is a description the Holy Spirit gives of how people will be in the last days. ഇവിടെ പരിശുദ്ധാത്മാവ് അവസാന നാളുകളിൽ ആളുകൾ ക്രിസ്ത്യാനികൾ എങ്ങനെയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുന്നു. He is talking about Christian churches. ക്രിസ്തീയ സഭകളെ കുറിച്ചാണ് പറയുന്നത്. Verse 3. 3-ാം വാക്യം. The time will come when they will not endure sound doctrine. അവർ പത്യോപദേശം പൊറുക്കാതെ സമയം വരും. The word sound is a Greek word from which we get the word hygiene. It's referring to healthy doctrine. ഇതിന്റെ വാക്ക് അത് ഗ്രീക്കിൽ നിന്നും അതിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഉപദേശം എന്ന് അർത്ഥം വരുന്ന ഒരു കാര്യമാണ്. Healthy doctrine and sick doctrine. ആരോഗ്യപരമായിട്ടുള്ള ഉപദേശം, അതേസമയം രോഗം വരുത്തുന്ന ഉപദേശം. That means a doctrine that will lead you to a healthy godly life and a doctrine that will lead you to sin. അതിന്റെ അർത്ഥം ആരോഗ്യപരമായിട്ടുള്ള ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിലേക്ക് അതിനുള്ള ഉപദേശം, അതേപോലെ തന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ഉപദേശം. And people prefer a doctrine that will stay, once you're saved forever. It doesn't matter how you live. ആളുകൾക്ക് കൂടുതൽ താല്പര്യം നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം, നിങ്ങൾ എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെടുകയാണ് എന്നുള്ള തരത്തിലുള്ള ഉപദേശമാണ് താല്പര്യം. The Bible says he who endures till the end will be saved. ബൈബിൾ പറയുന്നു അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. But people will not want that doctrine, it says here. എന്നാൽ ആളുകൾക്ക് ഈ അവണ്ണമുള്ള ഉപദേശം താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. They want to have, it says here, their ears tickled. അവർക്ക് കർണരസമാകുമാറുള്ള ഉപദേശമാണ് ആവശ്യം. They want to have their ears tickled, it says in that middle of that verse 3. അതിന്റെ 3-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് പറയുന്നത് അവരുടെ ചെവികൾക്ക് രസമുണ്ടാകുന്ന തരത്തിലുള്ള ഉപദേശമാണ് അവർ ആഗ്രഹിക്കുന്നത്. They want to hear things that will make them enjoy, not convict them. അവരെ പാപബോധത്തിലേക്ക് നയിക്കുന്നതല്ല, എന്നാൽ അവരുടെ ചെവികൾക്ക് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപദേശമാണ് അവർ ആഗ്രഹിക്കുന്നത്. Paul says here, such time will come, and now it has come now in the 21st century. പൗലോസ് പറയുന്നത് അങ്ങനെയുള്ള സമയം വരും, ഈ 21-ാം നൂറ്റാണ്ടിൽ അത് വന്നിരിക്കുന്നു. We are living in those days. നിങ്ങൾ അങ്ങനെയുള്ള നാളുകളിലാണ് ജീവിക്കുന്നത്. Verse 3, where people will accumulate themselves teachers according to their own desires. 3-ാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെയുള്ള തങ്ങളുടെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടന്മാരെ പെരുക്കും. They want teachers who will tell them what they like to hear. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയുന്ന അങ്ങനെയുള്ള ഉപദേഷ്ടന്മാരെയാണ് അവർ വെക്കുന്നത്. It says according to their own desires. ഇവിടെ പറയുന്നത് അവരുടെ മോഹങ്ങൾക്കൊത്തവണ്ണം. The basic desire of man is to enjoy sin. മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള മോഹം എന്നുള്ളത് പാപത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ്. And to make a lot of money.
ധാരാളം പണം സമ്പാദിക്കുകയും. So you'll have preachers who will tell you it is not so serious if you commit sin. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രസംഗകരുണ്ടായിരിക്കും, പാപം ചെയ്താൽ അത് അത്ര ഗൗരവമുള്ളതല്ല എന്ന് പറയുന്ന. No, because Jesus has died, he forgives you. അതിന്റെ കാരണം യേശു മരിച്ചത് നിങ്ങളോട് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുക എന്നതിന് വേണ്ടിയാണ്. And it doesn't matter if you pursue after making money. അതുപോലെ നിങ്ങൾ പണം സമ്പാദിക്കുന്നതിന് പണത്തെ സ്നേഹിക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല. There's nothing wrong in earning money, everything wrong in loving money. പണം സമ്പാദിക്കുന്നത് തെറ്റില്ല, എന്നാൽ പണത്തെ സ്നേഹിക്കുന്നത് മുഴുവൻ തെറ്റാണ്. There'll be some rich people in heaven like Abraham and Job. ധനവാന്മാരായിട്ടുള്ള അബ്രഹാമിനെയും യോബിനെയും പോലുള്ള ആളുകൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. And there'll be some poor people like Paul also. അതേപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള പൗലോസിനെ പോലെയുള്ള ആളുകളും ഉണ്ടായിരിക്കും. But the common thing about all of them is they did not live for money. എന്നാൽ അവരെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യം അവര് പണത്തിന് വേണ്ടി ജീവിച്ചവരല്ല എന്നുള്ളതാണ്. But here it says in the last days there'll be preachers, they'll accumulate preachers who will satisfy their sinful desires. ഇവിടെ പറയുന്നത് അവസാന നാളുകളിൽ അവരുടെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള ഉപദേഷ്ടകന്മാരെ പെരുക്കുമെന്നാണ്. And verse 4, these teachers will turn away their ears from the truth. 4-ാം വാക്യത്തിൽ അവര് സത്യത്തിൽ നിന്നും അവരുടെ ചെവിയെ തിരിക്കും ഈ പ്രസംഗകര്. My dear brothers and sisters, this is what I have been fervently warning people about for the last 50 years. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 50 വർഷമായിട്ട് വളരെ താല്പര്യത്തോടെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ കാര്യത്തിലാണ്. And that is why at the age of 85 I am speaking as fervently against sin as I did when I was 35. ഞാൻ ഈ 85-ാം വയസ്സിലും പാവത്തിനെതിരായിട്ട് ഞാൻ 35-ാം വയസ്സിൽ ആയിരുന്നത് പോലെ അത്രയും ഉത്സാഹത്തോടെ പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ്. In fact, things are worse today, so I should speak more fervently against sin. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അധികം മോശമായതുകൊണ്ട് ഞാൻ അധികം തീക്ഷ്ണതയോടെ പ്രസംഗിക്കുന്നു. In such a situation, what does Paul tell Timothy to do when the world becomes like this? ഇങ്ങനെയുള്ള സാഹചര്യം, ഈ ലോകം ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പൗലോസ് തിമോത്തിയോസിന് എന്ത് ചെയ്യാനാണ് പറയുന്നത്? What should our preachers be like? നമ്മുടെ പ്രസംഗകർ എങ്ങനെയുള്ളവരായിരിക്കണം? Verse 2. 2-ാം വാക്യം. Preach the word, be ready in season, reprove, rebuke, exhort with great patience and instruction. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. Let me paraphrase that. അതിനെ ഞാൻ ഇങ്ങനെ വാക്കുകൾ പറയട്ടെ. Preach when you feel like it and preach when you don't feel like it. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ തോന്നുമ്പോഴും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ തോന്നാതിരിക്കുമ്പോഴും പ്രസംഗിക്കുക. Preach when you're healthy, preach when you're sick. നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോഴും നിങ്ങൾ ആരോഗ്യമില്ലാത്തപ്പോഴും പ്രസംഗിക്കുക. My life, I preached when I was sick. പലവട്ടം എനിക്ക് സുഖമില്ലായിരുന്നപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. I haven't felt like preaching. എനിക്ക് പ്രസംഗിക്കുന്നതിനായിട്ട് തോന്നുന്നില്ലായിരുന്നു. It says here I must be ready in season and out of season. എന്നാൽ ഇവിടെ പറയുന്നത് ഞാൻ സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണമെന്നാണ്. And how should I preach? ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? Reprove. അവിടെ ശാസിക്കുക, rebuke, തർജ്ജനം ചെയ്യുക, exhort, പ്രബോധിപ്പിക്കുക, with great patience and instruction. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ. Yeah, we need to encourage people, I agree. നാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം എന്നുള്ളതിന് ഞാൻ യോജിക്കുന്നു. But that word encouragement is not mentioned here. ഉത്സാഹിപ്പിക്കുക എന്നുള്ള കാര്യം ഇവിടെ പ്രതിപാദിച്ചിട്ട് പോലുമില്ല. Why? എന്തുകൊണ്ടാണ്? Because there are so many preachers who are doing that. അത് ചെയ്യുന്ന ധാരാളം പ്രസംഗകരുണ്ട്. The Christian church is full of people who are giving encouragement. ക്രിസ്തീയ സഭകളിൽ ഉത്സാഹം മാത്രം നൽകുന്ന പ്രസംഗകരാൽ നിറഞ്ഞിരിക്കുന്നു. They say you are a child of God, you'll never be lost. അവര് പറയുന്നു, നിങ്ങൾ ദൈവ മക്കളാണ്, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. And they deceive people. അങ്ങനെ അവര് ആളുകളെ വഞ്ചിക്കുന്നു. I believe Jesus Christ has saved me.
ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു എന്നാണ്. But my salvation has got three tenses like in English language: past, present, future. എന്റെ രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്: പൂർവകാലം, വർത്തമാനകാലം, ഭാവികാലം. I have been saved from the penalty of sin. ഞാൻ Punishment. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പൂർവകാലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു. That is past. അത് പൂർവകാലമാണ്. Present, I am being saved from the power of sin. ഇപ്പോൾ വർത്തമാനകാലത്തിൽ ഞാൻ പാപത്തിന്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. And in future, I'll be saved from the very presence of sin. ഭാവിയിൽ ഞാൻ ഈ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും രക്ഷിക്കപ്പെടും. I have not yet been saved from the presence of sin. That is only when Christ comes. ഇതുവരെയും ഞാൻ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് കർത്താവ് വരുമ്പോൾ മാത്രമാണ് In the സംഭവിക്കുന്നത്. present tense, I have to be saved from the power of sin. വർത്തമാന കാലത്ത് ഞാൻ പാപത്തിന്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Turn with me to Matthew 24 about the last days. മത്തായി 24 വാക്യത്തിലേക്ക് അവസാന കാലത്തെ കുറിച്ച് നോക്കാം. Here in relation to the last days, Jesus said, ഇവിടെ അവസാന കാലത്തെ കുറിച്ച് യേശു പറയുന്നത്, so that is what the disciples asked him in verse 3. What will be the sign of your coming and the end of the age? Matthew 24:3, last part. മത്തായി 24 3 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നതാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. Okay, without looking at your Bible, answer my question. നിങ്ങളുടെ ബൈബിളിലേക്ക് നോക്കാതെ എന്നോട് എന്റെ What is ചോദ്യം. the first thing Jesus replied? യേശു ഉത്തരം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണ്? Many people say wars, rumors of wars, earthquakes. പല ആളുകളും പറയുന്നത് വളരെ കഷ്ടങ്ങളും ഭൂമികുലുക്കവും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെയാണെന്നാണ്. That he said second. എന്നാൽ അത് രണ്ടാമതാണ് പറഞ്ഞിരിക്കുന്നത്. First he said in verse 4, don't let anybody deceive you. ആദ്യത്തെ കാര്യം യേശു 4 വാക്യത്തിൽ പറയുന്നതാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. So what they asked for one sign of your coming in verse 3. 3 വാക്യത്തിൽ കർത്താവിന്റെ വരവിന്റെ ഒരടയാളമാണ് അവർ ചോദിച്ചത്. And he said one sign is deception. കർത്താവ് പറഞ്ഞത് ഒരു അടയാളം അത് വഞ്ചനയാണ്. After that he spoke in verse 6 about wars and earthquakes and all. അതിനുശേഷം കർത്താവ് യുദ്ധങ്ങളെയും ഭൂമികുലുക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. But many people don't talk about deception. They always talk about the wars and rumors of wars and earthquakes. എന്നാൽ പല ആളുകളും ഈ വഞ്ചനയെ കുറിച്ച് പറയാറില്ല. അവര് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ഭൂമികുലുക്കത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. I go always when I read the Bible, I go step by step exactly. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ പടിപടിയായിട്ട് കൃത്യമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. I don't jump and go to the second step. I go to the first step first. ഞാൻ ആദ്യത്തെ പടി വിട്ടുകളഞ്ഞുകൊണ്ട് ഞാൻ ചാടി പോകുകയില്ല. ഞാൻ ഓരോ പടിയും. Jesus said the last days will be days of deception. യേശു പറഞ്ഞു അവസാനത്തെ നാളുകൾ വഞ്ചനയുടെ സമയങ്ങളായിരിക്കുമെന്ന്. That is why I preach so strongly against deception. അതുകൊണ്ടാണ് ഞാൻ വഞ്ചനയ്ക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നത്. And it's because of deception, verse 10, Jesus said, many will fall away and will betray one another and hate one another. യേശു പറയുന്നത് വഞ്ചനയുടെ കാരണം കൊണ്ട് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. Because many false prophets will arise and will mislead many. കാരണം കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. Now these false prophets are not taking some other religious book or some other religion. ഈ കള്ളപ്രവാചകന്മാർ മറ്റേതെങ്കിലും മതഗ്രന്ഥമോ മറ്റ് മതത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നവരല്ല. Because they know Christians cannot be deceived if they take some other religious book. കാരണം മറ്റേതെങ്കിലും മതഗ്രന്ഥം എടുത്തുകൊണ്ട് വന്നാൽ ക്രിസ്ത്യാനികളെ വഞ്ചിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. They will take the Bible. അവർ ബൈബിളാണ് എടുക്കുന്നത്. They will say Jesus is the Messiah. അവർ പറയും യേശുവാണ് മിശിഹ. And then they will deceive. അതിനുശേഷം അവർ വഞ്ചിക്കും. See verse 5. 5 വാക്യം നോക്കുക. First he said in verse 4, the one sign, don't be deceived. ആദ്യത്തെ 4 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഒരു അടയാളം, ആരും നിങ്ങളെ തെറ്റിക്കരുത്. Many will come in my name saying I am the Christ and mislead many. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് എന്നെ പലരെയും തെറ്റിക്കും. Read that word carefully.
ഈ വാക്യം ശ്രദ്ധയോടെ വായിക്കുക. It doesn't mean somebody will come and say, I am Jesus. ഇതിന്റെ അർത്ഥം ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരും എന്നുള്ളതല്ല. ഇവിടെ പറയുന്നത് പലരും അവിടെ വഞ്ചിക്കപ്പെടുമെന്നാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. If somebody comes into this pulpit and says, I am Jesus Christ, how many of you will be deceived? ഈ പ്രസംഗപീഠത്തിൽ ആരെങ്കിലും വന്നിട്ട് ഞാനാണ് യേശു ക്രിസ്തു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുമോ? The best preacher in the world, he gets up and says, I am Jesus Christ. Will you be deceived? ഏറ്റവും നല്ല പ്രസംഗകൻ പോലും വന്ന് ഞാനാണ് യേശു ക്രിസ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വഞ്ചിക്കപ്പെടുമോ? Even the newest believer, the nominal Christian will not be deceived. ഒരു നാമധേയ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ വിശ്വാസിയോ പോലും ആ കാര്യത്തിൽ വഞ്ചിക്കപ്പെടുകയില്ല. Then why does he say many will be deceived? എന്നാൽ പലരും തെറ്റിപ്പോകുമെന്ന് കർത്താവ് പറയുന്നത് എന്താണ്? Read the sentence carefully. ആ വാക്യം ശ്രദ്ധയോടെ വായിക്കുക. Many, Jesus is speaking. Many will come in my name and saying, I am the Christ. യേശുവാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വരും. Jesus is saying, they will all say Jesus is the Christ. That is the meaning. അതിന്റെ അർത്ഥം യേശു പറയുന്നത് അവരെല്ലാം പറയുന്നത് യേശുവാണ് ക്രിസ്തു എന്നുള്ളതാണ്. That is the meaning here. അതാണ് ഇവിടുത്തെ അർത്ഥം. Jesus is standing there and saying, many will come in my name and saying, I am the Christ. യേശു പറയുന്നത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് പലരെയും തെറ്റി. And that means they'll say, yes, Jesus is the Messiah. He's the Christ. അതിന്റെ അർത്ഥം അവര് പറയും അതെ യേശുവാണ് മിശിഹ, യേശുവാണ് ക്രിസ്തു എന്ന്. അതുകൊണ്ട് അവര് ബൈബിൾ എടുത്തുകൊണ്ടാണ് വരുന്നത്. But why will they be misled? എന്നാൽ അവരെങ്ങനെയാണ് തെറ്റിക്കുന്നത്? Now I'll tell you the reason. ഞാൻ അതിന്റെ കാരണം പറയാം. Turn with me to 2 Thessalonians chapter 2. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് തിരിയുക. This is another section of scripture which speaks about the last days. അവസാന കാലത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം ആണ് ഇത്. It speaks about the last days when the Antichrist will arise. അന്തിക്രിസ്തു വരുന്ന ആ അവസാന കാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Verse 8, he is called the lawless one, the Antichrist, whom the Lord will kill with the breath of his mouth. ഇവിടെ 8-ാം വാക്യത്തിൽ പറയുന്നത് അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ. And it says here that in those days the activity of Satan, verse 9, will be with many deceptive powers and signs and false wonders. ആ സമയത്തുള്ള പിശാചിന്റെ പ്രവൃത്തി എന്നുള്ളത് അത് പല വ്യാജമായിട്ടുള്ള ശക്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുക എന്നുള്ളതാണ്. Don't think that all the so-called miracles that you see and hear nowadays are all genuinely from the Holy Spirit. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പല അത്ഭുതങ്ങളും അടയാളങ്ങളും അത് യഥാർത്ഥമായിട്ടും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണെന്ന് ചിന്തിക്കരുത്. The devil has got a lot of power. God has not taken it away from him. പിശാചിന് വളരെയധികം ശക്തിയുണ്ട്, ദൈവം അതെല്ലാം എടുത്തു മാറ്റിയിട്ടില്ല. Let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. In the Bible, who is the first person who brought fire down from heaven? ബൈബിളില് സ്വർഗത്തിൽ നിന്നും അഗ്നി പുറപ്പെടുവിച്ച് താഴെ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? Not Elijah. ഏലിയാവല്ല അത്. Not Solomon when he offered a sacrifice, fire came. ശലോമോനുമല്ല, അത് യാഗം കഴിച്ചപ്പോൾ തന്നെ അഗ്നി വന്നു. The first person who brought fire from heaven is in the book of Job. The devil brought fire from heaven on Job's property. യോബിന്റെ പുസ്തകത്തിൽ ആദ്യമായിട്ട് അഗ്നി താഴേക്ക് കൊണ്ടുവന്നത് പിശാചാണ്. യോബിന്റെ സ്ഥലങ്ങൾ അഗ്നിക്ക് ഇരയാക്കി. Job is the first book of the Bible written, and it is written there about fire from heaven brought by the devil. യോബാണ് എഴുതപ്പെട്ട ഏറ്റവും ആദ്യത്തെ പുസ്തകം. അവിടെ സ്വർഗത്തിൽ നിന്നും അഗ്നി താഴേക്ക് ഇറക്കി കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുന്നു. I am not deceived by so many so-called miracles done even in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പോലും ചെയ്യപ്പെടുന്ന പല അടയാളങ്ങളെ കുറിച്ചും അത്ഭുതങ്ങളെ കുറിച്ചും ഞാൻ വഞ്ചിക്കപ്പെടുന്നില്ല. Because Jesus said, many will come in my name and say, I did miracles in your name, and I will say to them in the last day, I don't even know you. കാരണം യേശു പറയുന്നത് പലരും എന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അവസാന നാളിൽ കർത്താവ് അവരോട് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്.
People who don't know the Lord are doing miracles in Jesus' name. കർത്താവിനെ അറിയാത്ത ആളുകൾ പോലും യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ചിന്തിക്കുക. That is what Jesus said to them. I don't know you, even though you did a miracle in my name. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. That is called in verse 10 here, 2 Thessalonians 2:10, the deception of wickedness. 2 തെസ്സലോനിക്കർ 2:10 അവിടെ പറയുന്നത്, deception of wickedness. 12 വ്യാജത്തിന്റെ വ്യാപാര ശക്തി. There is a deception in wickedness. വ്യാജത്തിന് ഒരു വഞ്ചനയുണ്ട്. And who will be deceived? ആരാണ് വഞ്ചിക്കപ്പെടുന്നത്? Not everybody. എല്ലാവരും അല്ല. Listen carefully. God showed me this verse nearly 50 years ago. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ഈ വാക്യം കാണിച്ചു. God told me from this verse, if you want to avoid deception, be careful about these two things. കർത്താവ് ഈ വാക്യത്തിൽ നിന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് വഞ്ചനയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കുക. Read verse 10 and verse 11 very carefully. 10 വാക്യവും 11 വാക്യവും വളരെ ശ്രദ്ധയോടെ വായിക്കുക. First of all, verse 11. 11 വാക്യം ആദ്യം. It was for this reason that God sent them a deceiving influence, so they believe what is false. 12 വാക്യത്തിലാണ് മലയാളത്തില്, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു ഈ കാരണത്താൽ. Listen to this. Can you imagine God himself sending a deluding influence so that people believe what is false? ഇത് ശ്രദ്ധിക്കുക. സത്യത്തെ വിശ്വസിക്കാതെ ഇരിക്കുവാൻ വേണ്ടി ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നതിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? Our flesh deceives us, we know that. നമ്മളുടെ ജഡം നമ്മളെ വഞ്ചിക്കുന്നു, അത് നമുക്കറിയാം. Worldly people deceive us. ലൗകികരായിട്ടുള്ള ആളുകൾ നമ്മളെ വഞ്ചിക്കുന്നു. False preachers deceive us. വ്യാജ പ്രസംഗകര് നമ്മളെ വഞ്ചിക്കുന്നു. Satan and his demons try to deceive us. പിശാചും അവന്റെ വ്യാജ ദുഷ്ടാത്മാക്കളും നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. Here it says God himself will deceive some people. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം തന്നെ ചില ആളുകളെ വഞ്ചിക്കുന്നു എന്നാണ്. If God also deceives, there is no hope for us. ദൈവം നമ്മളെ വഞ്ചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല. We can overcome deception from Satan. നമുക്ക് പിശാചിൽ നിന്നുള്ള വഞ്ചനയെ, overcome deception from people. ആളുകളിൽ നിന്നുള്ള വഞ്ചനയും അതിജീവിക്കാം. We can overcome deception by false preachers. വ്യാജ പ്രസംഗകരിൽ നിന്നുള്ള വഞ്ചനയെ നമുക്ക് ജയിക്കാം. We can even overcome deception from our own flesh. നമ്മുടെ തന്നെ ജഡത്തിൽ നിന്നുള്ള വഞ്ചനയും നമുക്ക് ജയിക്കാം. But if God himself deceives us, there is absolutely no hope for us. എന്നാൽ ദൈവം തന്നെ നമ്മെ വഞ്ചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യാശയുമില്ല. But whom does God deceive? എന്നാൽ ആരെയാണ് ദൈവം വഞ്ചിക്കുന്നത്? Not everybody. എല്ലാവരെയും അല്ല. Only a certain type of people God will deceive. ചില പ്രത്യേക തരത്തിലുള്ള ആളുകളെ മാത്രമാണ് ദൈവം വഞ്ചിക്കുന്നത്. This is what the Lord has shown me 50 years ago, and I've had it in my mind for 50 years. ഇതാണ് 50 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ കാണിച്ചു തന്നത്. അതെന്റെ മനസ്സിൽ 50 വർഷമായിട്ടുണ്ട്. If you have these qualities in you, you will be deceived by God. ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്താൽ വഞ്ചിക്കപ്പെടും. Two things. രണ്ട് കാര്യങ്ങൾ. Verse 10. In English it is verse 10. Number 1, they did not receive the love of the truth. 10 വാക്യത്തിൽ അവര് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ടില്ല. Number 1. That's number 1. അതാണ് ഒന്നാമത്തെ കാര്യം. Second, they did not want to be saved from their sin. രണ്ടാമത്തെ കാര്യം, അവർക്ക് പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നില്ല. God did not say 25 conditions, only 2. ദൈവം 25 നിബന്ധനകൾ വെച്ചിരുന്നില്ല, 2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. If you avoid these 2 things, you will never be deceived. ഈ 2 കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല എന്ന്. So what is the opposite of these 2? ഈ കാര്യങ്ങളുടെ വിപരീതമായിട്ടുള്ള കാര്യം എന്താണ്? Number 1. ഒന്നാമത്തേത്, I receive the love of the truth. ഞാൻ സത്യത്തെ സ്നേഹിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നു. I love the truth. Number 1. ഞാൻ സത്യത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. Number 2, I want to be saved from my sin.
രണ്ടാമത്തെ കാര്യം, പാപത്തിൽ നിന്നും എനിക്ക് രക്ഷിക്കപ്പെടണം എന്നുള്ള I ആഗ്രഹം. don't mind repeating that 100 times. ഇത് 100 പ്രാവശ്യം ആവർത്തിക്കുന്നതിനും എനിക്ക് If you don't want God to deceive you, ദൈവം നിങ്ങളെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ keep these two things mentioned in verse 10 in your mind. ഈ 10ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. I decided that many years ago, and so I believe God will never deceive me. ഞാൻ അതിനെ പല വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കുകയും അതുകൊണ്ട് ദൈവം എന്നെ ഒരിക്കലും വഞ്ചിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. In the midst of deceptive Christendom, I have not been deceived. ഈ വഞ്ചനയുള്ള ക്രിസ്തീയതയുടെ നടുവിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു പോവുകയില്ല. And you will not be deceived either if you do fulfill these conditions. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഈ വഞ്ചിക്കപ്പെട്ടു പോവുകയില്ല. How many conditions? Not 25, only 2. എത്ര നിബന്ധനകളാണ്? 25 എണ്ണമല്ല, 2 എണ്ണം മാത്രം. Remember again. വീണ്ടും ഓർക്കുക. Number 1, love the truth. ഒന്നാമത്തെ കാര്യം, സത്യത്തെ സ്നേഹിക്കുക. In the last days, അവസാന നാളുകളിൽ love the truth. സത്യത്തെ സ്നേഹിക്കുക. Do you read the Bible carefully? നിങ്ങൾ ബൈബിൾ ശ്രദ്ധയോടെയാണ് വായിക്കുന്നത്? Let me tell you what Jesus said in John 17. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. This is the last prayer that Jesus prayed for his disciples. യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയാണിത്. And this was his prayer for them. ഇതായിരുന്നു യേശുവിന്റെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. He wanted them to be made holy. അവര് വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത്. Remember this verse, John 17:17. ഈ വാക്യം ഓർത്തിരിക്കുക, യോഹന്നാൻ 17:17. The Lord prayed, Father, sanctify them in the truth, your word is truth. കർത്താവ് പറഞ്ഞു, പിതാവേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. So when it says love the truth, what does it mean? സത്യത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? What is truth? എന്താണ് സത്യം? Not 2 + 2 is 4. That is also truth. 2 + 2 4 എന്നുള്ളതും സത്യമാണ്. But here it is speaking about God's word is the truth. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം സത്യമാണ് എന്നാണ്. Love the word of God. ദൈവവചനത്തെ സ്നേഹിക്കുക. In the last days, if you do not love to meditate on God's word, I tell you in Jesus' name, you will be deceived. ഈ അവസാന നാളുകൾ നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കുന്നതിന് നിങ്ങൾ സമയമെടുക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകും. So, if you want to manifest the love of Jesus in the last days, begin by loving the truth. നിങ്ങൾ കർത്താവിന്റെ ജീവൻ അവസാന നാളുകൾ വെളിപ്പെടുത്തണമെങ്കിൽ ഈ സത്യത്തെ സ്നേഹിച്ചുകൊണ്ട് തുടങ്ങുക. That is by loving God's word. അത് ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നത് പോലെയാണ്. God has protected me from deception like this. കർത്താവ് വഞ്ചനയിൽ നിന്ന് തന്നെ ഇതിലൂടെയാണ് രക്ഷിച്ചത്. How do I prove my love for the word of God? ദൈവവചനത്തോടുള്ള എന്റെ സ്നേഹം ഞാൻ എങ്ങനെയാണ് തെളിയിക്കുന്നത്? First thing in the morning, when I wake up, I hear the word of God. ഞാൻ എഴുന്നേറ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം ദൈവവചനം ഞാൻ കേൾക്കുക എന്നുള്ളതാണ്. I read the Bible every day for 65 years. എല്ലാ ദിവസവും 65 വർഷമായിട്ട് ഞാൻ ബൈബിൾ വായിച്ചു. If I'm in some situation where I cannot have a Bible in my hand, I will meditate on what I already know in my mind. ഞാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്റെ കയ്യിൽ ബൈബിൾ ഇല്ലാത്ത ഒരു സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ വായിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. Again, meditating on the Bible which is in my mind. അവിടെയും എന്റെ മനസ്സിലുള്ള ബൈബിളിലെ വാക്യങ്ങളാണ് ഞാൻ ധ്യാനിക്കുന്നത്. I tell you, this is how I begin my day. ഇങ്ങനെയാണ് ഞാൻ എന്റെ ദിവസം ആരംഭിക്കുന്നത്. What are the first words in your Bible? നിങ്ങളുടെ ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ 4 വാക്കുകൾ എന്തൊക്കെയാണ്? ഇംഗ്ലീഷിൽ അത് ഏറ്റവും തുടക്കത്തിൽ ദൈവം എന്ന അർത്ഥം വരുന്ന 4 വാക്കുകളാണ്. അത് അങ്ങനെ ആയിരിക്കണം എന്റെ ദൈനംദിന ജീവിതത്തിലായിരിക്കേണ്ടത്. എന്റെ ദിവസത്തിന്റെ തുടക്കത്തിൽ ദൈവം. When do I begin my day? എന്റെ ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? Not when I get out of my bed. ഞാൻ എന്റെ ബെഡിൽ നിന്നും പുറത്തു വരുമ്പോൾ മാത്രം അല്ല. No, when I wake up in my bed. ഞാൻ എന്റെ കിടക്കയിൽ ഉണരുമ്പോഴാണ്.
So as soon as I wake up, I say, God, I want to talk to you. ഞാൻ ഉറക്കം ഉണരുമ്പോൾ പറയണം, കർത്താവേ, എനിക്ക് അങ്ങോട്ട് സംസാരിക്കണം. And more than that, I want to hear you talk to me. അതിനേക്കാൾ അധികം അങ്ങ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. That is how I love the truth. അങ്ങനെയാണ് ഞാൻ സത്യത്തെ സ്നേഹിക്കുന്നത്. That is how I show the Lord that I want to hear His word. I love the truth of His word. അങ്ങനെയാണ് കർത്താവിന്റെ വചനം എനിക്ക് വേണമെന്നും കർത്താവിന്റെ വചനത്തിന്റെ സത്യത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും ഞാൻ കാണിക്കുന്നത്. And here is a great verse in the Old Testament that helped me to help you. പഴയ നിയമത്തിലെ വളരെ മഹത്വപരമായിട്ടുള്ള ഒരു വാക്യം, എന്നെ സഹായിച്ച ഒരു വാക്യം, അത് നിങ്ങളെയും സഹായിക്കും. Isaiah 50 verse 4. യെശയ്യാവ് 50:4 വാക്യം. In the middle of that verse. ആ വാക്യത്തിന്റെ മധ്യത്തിൽ. You must know this verse by heart. ഈ വാക്യം നിങ്ങൾക്ക് ഹൃദയസ്ഥമാകണം. God wakes me up morning by morning. കർത്താവ് എന്നെ രാവിലെ തോറും ഉണർത്തുന്നു. And when He wakes me up, He wakens up my inner ear to listen to Him as a disciple. എന്നെ ഉണർത്തുമ്പോൾ എന്റെ അകത്തെ ചെവികളെ ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് കർത്താവ് ഉണർത്തുന്നു. So when I wake up in the morning, I say, even if I don't say it, I recognize God is the one who woke me up. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഞാൻ അത് തിരിച്ചറിയുന്ന കാര്യം ഇതാണ്, കർത്താവാണ് എന്നെ ഉണർത്തിയത്. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Do you believe God woke you up in the morning before you get out of bed? നിങ്ങൾ ബെഡിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ കർത്താവാണ് നിങ്ങളെ ഉണർത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Why did He wake you up? എന്തുകൊണ്ടാണ് കർത്താവ് ഉണർത്തിയത്? This verse says to wake up my inner ear inside my heart. ഈ വാക്യം പറയുന്നത് എന്റെ അകത്തെ ചെവികൾ, എന്റെ ഹൃദയത്തിന്റെ ചെവികളെ കേൾക്കുന്നതിന്. Like a disciple. ഒരു ശിഷ്യൻ കേൾക്കുന്നത് പോലെ കർത്താവിനെ കേൾക്കേണ്ടതിന്. Not to listen to Him for information, but to listen to Him so that I can follow something as a disciple. എന്തെങ്കിലും ഒരു അറിവിന് വേണ്ടിയുള്ള കാര്യം ശ്രദ്ധിക്കുന്നതല്ല, ഒരു ശിഷ്യനെ പോലെ കർത്താവിനെ അനുസരിക്കുന്നതിന് ഉള്ള കാര്യം കേൾക്കുന്നത്. I have done practice that for many years in my life. അത് ഞാൻ എന്റെ പല വർഷങ്ങളായിട്ട് ഞാൻ അത് ചെയ്തു പോരുന്നു. God is my witness. ദൈവം എന്റെ സാക്ഷിയാണ്. What is the result? അതിന്റെ ഫലം എന്താണ്? Many results. പല ഫലങ്ങളുണ്ടായി. First of all, it has purified my daily life. ഒന്നാമത്തേത് എന്റെ ഓരോ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധീകരണം. And secondly, രണ്ടാമതായിട്ട്, see the first part of this verse, the Lord gave me the tongue of a disciple so that I can give a right word to a weary person. ഇതിന്റെ ഈ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നോക്കുക, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്. So how did I get a word in my tongue to help weary believers around me? തളർന്നിരിക്കുന്ന വിശ്വാസികൾക്ക് അവരെ താങ്ങുന്നതിനുള്ള വാക്ക് എനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? I've been doing that for 50 years and more, 60 years. ഞാൻ 60 വർഷത്തിലധികമായിട്ട് അത് ചെയ്യുകയാണ്. By listening first, God gives me a word to give to them. ആദ്യം കേൾക്കുന്നത് കൊണ്ട് അവർക്ക് നൽകുവാനായിട്ട് ദൈവം ഒരു വാക്ക് എനിക്ക്. Even today when I was speaking, I asked God to give me a word to give you. ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ച് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ഒരു വാക്യം നൽകാനായിട്ട്. I have nothing to give you if I don't first hear what God is saying in my inner heart. എന്റെ അകത്തെ ഹൃദയത്തിൽ കർത്താവ് എന്നോട് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് പറയാൻ എനിക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല. It's a great tragedy if you elder brothers get up to speak in the meeting without your first hearing what God is saying to you in your heart. നിങ്ങൾ മൂപ്പന്മാരായിരിക്കുന്നവര് ആദ്യം ദൈവം നിങ്ങളോട് പറയുന്നത് കേൾക്കാതെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് വലിയൊരു ദുരന്തമാണ്. You hear, obey, and then go and preach to others. നിങ്ങൾ കേട്ട് അനുസരിച്ച് അതിനുശേഷം മറ്റുള്ളവരോട് പ്രസംഗിക്കുക. Sometimes people ask me this question. ചിലപ്പോൾ ആളുകൾ എന്നോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. Brother Zach, can I preach to others something I heard from you? സഹോദരൻ സാക്ക്, നിങ്ങളിൽ നിന്ന് ഞാൻ കേട്ട എന്തെങ്കിലും കാര്യം മറ്റുള്ളവരോട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമോ? I said yes on one condition. ഞാൻ പറയും, അതെ, ഒരു നിബന്ധനയുണ്ട്. You must obey it first. നിങ്ങൾ ആദ്യം അത് അനുസരിക്കണം. You don't obey what you hear, please don't preach it to anybody. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അത് ആരോടും പ്രസംഗിക്കരുത്. When I hear and I obey, then God will give me a tongue to speak that to others. ഞാൻ കേട്ട് അനുസരിക്കുന്നെങ്കിൽ
അത് മറ്റുള്ളവരോട് സംസാരിക്കുവാനായിട്ടുള്ള വാക്ക് എനിക്ക് ദൈവം തരും. See the word that comes here again and again, disciple, disciple. ഇവിടെ വീണ്ടും വീണ്ടും പറയുന്ന ആവർത്തിക്കപ്പെടുന്ന വാക്ക് ശ്രദ്ധിക്കുക, ശിഷ്യൻ ശിഷ്യൻ ശിഷ്യൻ. Listen as a disciple, speak as a disciple. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന്, ശിഷ്യന്മാരെ പോലെ സംസാരിക്കേണ്ടതിന്. That is the first condition to avoid deception in 2 Thessalonians 2. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വഞ്ചനയിൽ നിന്നും രക്ഷിക്കപ്പെടാനുള്ള ആദ്യത്തെ നിബന്ധന ഇതാണ്: Love the truth. സത്യത്തെ സ്നേഹിക്കുക. If I read something here which is against what I have always believed, ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഇവിടെ വായിക്കുകയാണെങ്കിൽ, I will reject what I have believed and accept God's word. ഞാൻ ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്നതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഈ ദൈവത്തിന്റെ വചനം ഞാൻ സ്വീകരിക്കും. When I was a small baby, I was baptized in the Jacobite Orthodox Church. ഞാൻ ഒരു ചെറിയ ശിശുവായിരുന്നപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ ഞാൻ ശിശു സ്നാനം എന്നെ സ്നാനപ്പെടുത്തിയതാണ്. They took me for that. എന്റെ മാതാപിതാക്കളാണ് എന്നെ അതിനുവേണ്ടി കൊണ്ടുപോയത്. I did not know. I just was taken there and they sprinkled some water on my head. ഞാനത് അറിഞ്ഞില്ല. അവരെന്നെ അവിടെ കൊണ്ടുപോയി അവരെന്റെ മേൽ ചില വെള്ളം തളിച്ചു. When I was born again, എന്നാൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ I realized that that is not the right way of baptism. ഞാൻ വായിച്ച കാര്യം അതല്ല ശരിയായ രീതിയിലുള്ള സ്നാനമെന്ന്. I saw that Jesus went down into the water and every believer went down into the water. I must also be immersed in water to be baptized. ഞാൻ കണ്ടത് യേശു വെള്ളത്തിൽ മുങ്ങി, എല്ലാ വിശ്വാസികളും വെള്ളത്തിൽ മുഴുകി, ഞാനും വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുഴുകിയാണ് സ്നാനം ഏൽക്കേണ്ടതെന്ന്. But people told me, if you do that, the Jacobites will throw you out, then you won't be able to preach the gospel to the Jacobites. എന്നാൽ ആളുകൾ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ യാക്കോബായ സഭ നിങ്ങളെ പുറത്താക്കും, അവിടെയുള്ളവരോട് നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയില്ല. 1.5 years as a young believer, I believe, listen to their word. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വിശ്വാസിയായിട്ട് 1.5 വർഷത്തോളം അവർ പറഞ്ഞത് കേട്ട് ഞാൻ ഇരുന്നു. But when I knelt down to pray, the Lord said to me, if you're not listening to me, why should I listen to you? എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ മുട്ടികുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നീ പറയുന്നത് ഞാൻ കേൾക്കുന്നത്? Then I said, I don't care what people say, I'm going to be baptized. അപ്പോൾ ഞാൻ പറഞ്ഞു, ആളുകൾ എന്ത് പറഞ്ഞാലും ഇനി ഞാൻ പോയി സ്നാനപ്പെടുവാൻ പോവുകയാണ്. I love the truth so as to be saved from deception. ഞാൻ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി സത്യത്തെ സ്നേഹിച്ചു. So from that day onwards, every time I saw something in the word of God, I didn't care what other people said, I just obeyed it. അതിന് ആ ദിവസം തൊട്ട് ഞാൻ ദൈവവചനത്തിൽ കാണുന്ന കാര്യങ്ങൾ മറ്റാളുകൾ എന്തെല്ലാം പറഞ്ഞാലും ഇതാണ് ദൈവവചനമാണ് ഞാൻ വിശ്വസിച്ചത്. I saw in the Bible that Jesus and Paul never asked anybody for money. ബൈബിളിൽ ഞാൻ കണ്ട കാര്യം, യേശുവും പൗലോസും ആരോടും ഒരിക്കലും പണം ചോദിച്ചില്ല എന്നുള്ളതാണ്. And I for 60 years I've served the Lord, I've never asked anybody for money. 60 വർഷമായിട്ട് ഞാൻ കർത്താവിനെ സേവിച്ചു, ഞാൻ ആരോടും പണം ചോദിച്ചിട്ടില്ല. Jesus and Paul never received a salary for serving the Lord. യേശുവിനും പൗലോസിനും കർത്താവിനെ ദൈവത്തെ സേവിക്കുന്നതിലൂടെ ഒരു ശമ്പളം ലഭിച്ചിരുന്നില്ല. I said I will never take a salary also for serving the Lord. ഞാനും പറഞ്ഞു, ഞാനും കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് ഒരു ശമ്പളം മേടിക്കുകയില്ല. We read in Luke 8, Jesus received gifts. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുവിന് സമ്മാനങ്ങൾ ലഭിച്ചിരുന്നുവെന്ന്. He never asked for it, but somebody gave him, he took it. യേശു ഒരിക്കലും അത് ചോദിച്ചില്ല, എന്ന് ആരെങ്കിലും നൽകിയപ്പോൾ കർത്താവ് അത് സ്വീകരിച്ചു. We read in Philippians 4, Paul never asked for it, but he received gifts from the Philippians. ഫിലിപ്പിയർ 4-ൽ നാം കാണുന്നു, പൗലോസും ചോദിച്ചില്ല, എന്നാൽ ഫിലിപ്പിയറിൽ നിന്നും സമ്മാനം ലഭിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു. Paul said, follow me as I follow Christ. പൗലോസ് പറയുന്നു, കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നത് പോലെ എന്നെ അനുഗമിക്കുക. All these 60 years I decided I'll receive gifts, but I'll never ask anybody or tell my needs to anyone. ഈ 60 വർഷമായിട്ട് ഞാൻ സമ്മാനങ്ങളെ സ്വീകരിക്കും, എന്നാൽ ആരോടും ഞാൻ അതിനുവേണ്ടി ചോദിക്കുകയോ എന്റെ ആവശ്യങ്ങൾ ആരോടും പറയുകയോ ഇല്ല. God has preserved me and my wife all these years. എന്നെയും എന്റെ ഭാര്യയെയും ഈ വർഷങ്ങളെല്ലാം കർത്താവ് സംരക്ഷിച്ചു. And my children. എന്റെ മക്കളെയും. I decided to love the truth. ഞാൻ സത്യത്തെ സ്നേഹിക്കുവാൻ തീരുമാനിച്ചു. Secondly, രണ്ടാമതായിട്ട് 2 Thessalonians 2:10. 2 തെസ്സലോനിക്കർ 2:10. From sin. പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുക. If you don't want to be saved from sin, God will allow you to be deceived.
നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമില്ല എങ്കിൽ ദൈവം നിങ്ങളെ വഞ്ചിക്കപ്പെടുവാൻ അനുവദിക്കും. That's a big subject. We'll deal with it in the next session. അത് വലിയൊരു വിഷയമാണ്. അടുത്ത സെഷനിൽ നമ്മൾ അത് കാണാം. But please remember these two things to avoid deception. ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടുക. And desire to be saved from sin. സത്യത്തെ സ്നേഹിക്കുക, പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ തീരുമാനിക്കുക, ആഗ്രഹിക്കുക. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let's bow our heads. നമുക്ക് തലകണ വണക്കാം. Please remember one thing God spoke to you today, or two things, or some things God spoke to you strongly. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒരു കാര്യം ഓർക്കുക. Say, Lord, help me to live according to that light. പറയുക, കർത്താവേ, അതുപോലെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. Help us all, Lord, we pray in Jesus' name. ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. Amen. ആമേൻ.